గరిగా సగపసని పని సని సా സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നും മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 6 രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തിന് അന്നത്തെ ദിവസം മതി. യേശു പ്രഥമ സ്ഥാനം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു മുൻഗണന നൽകുന്ന കാര്യങ്ങൾ. ആദ്യത്തേത് 5-ാം അധ്യായത്തിൽ നാം കണ്ടു. 2 കാര്യങ്ങളാണ് യേശുവിടെ മുൻഗണന അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത്. ഒന്ന് ദൈവത്തോടുള്ള നിരപ്പ്, 2 മനുഷ്യനോടുള്ള നിരപ്പ്. ഇതിൽ ഏത് ആദ്യം ചെയ്യണം? ആ ക്വസ്റ്റ്യൻ എക്കാലത്തും ഉയർന്നു വരാറുണ്ട്. ആ ക്വസ്റ്റ്യന് യേശു ആൻസർ നൽകിയാണ്. മനുഷ്യനോട് നിരപ്പാകണം, മനുഷ്യനുമായിട്ടുള്ള ബന്ധം ആദ്യം ശരിയാക്കണം. അത് ശരിയാക്കിയെങ്കിൽ മാത്രമേ ദൈവമായിട്ട് നിരപ്പാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിരപ്പിന്റെ വിഷയത്തിൽ ആദ്യ സ്ഥാനം മനുഷ്യനുമായിട്ടുള്ള ബന്ധം നന്നാക്കുന്നതിന് കർത്താവുകയാണ്. നമുക്കൊരു പക്ഷെങ്കിൽ അത്ഭുതകരമായി തോന്നും, ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധമല്ലേ ശരിയാക്കേണ്ടത്, പിന്നെ എന്തുകൊണ്ട് മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിയാക്കണമെന്ന്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനുള്ള ബന്ധം ശരിയാകാതെ മറ്റൊരു ബന്ധവും ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകുകയില്ല. അതുകൊണ്ട് മുൻപ് യാഗപീഠത്തിനരികെ യാഗവസ്തു വെച്ചതിന് ശേഷം അത് അർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നീ ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നു കൊടുക്കുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സത്യം യേശു തൻ്റെ ശിഷ്യഗണങ്ങളെ അറിയിക്കുകയാണ്, നമ്മെ അറിയിക്കുകയാണ്. നമ്മൾ പരാജയപ്പെടുന്നത് പലപ്പോഴും ആ മേഖലയിലാണ്. നിരപ്പാകുന്നതിന് പകരം മറ്റ് പല ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കാം. അതൊന്നും ദൈവസന്നിധി വില പോവുകയില്ല. ദൈവത്തോട് നിരപ്പാകുന്നതിന് മുമ്പ് മനുഷ്യനോട് നിശ്ചയമായും നിരപ്പായിരിക്കും. ഇവിടെ രണ്ടാമത് വേറൊരു സത്യത്തിലേക്ക് യേശു വിരൽ ചൂണ്ടുകയാണ്. മത്തായി സുവിശേഷം 6 വീണ്ടും വീണ്ടും ഈ പർവ്വത പ്രസംഗം നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 3 അധ്യായങ്ങളേ ഉള്ളൂ, 111 വാക്യങ്ങളേ ഉള്ളൂ. വായിക്കണം, കഴിയുമെങ്കിൽ മനഃപ്പാഠമാക്കുക. ആറാം അധ്യായത്തിൽ യേശു സ്പർശിക്കുന്ന വിവിധ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി ദാനധർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് യേശു സംസാരിക്കുകയാണ്, ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച്. അതും യേശുവിന്റെ ഉപദേശത്തിൽപ്പെട്ടിരുന്നു, ഭിക്ഷ കൊടുക്കുന്ന കാര്യം വരെ. അതിനുശേഷം യേശു പ്രാർത്ഥനയെ സ്പർശിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു അറിയിക്കുന്നു. അതേ തുടർന്ന് ഉപവസിക്കുന്നതിനെ കുറിച്ച്, ഫാസ്റ്റിങ്ങിനെ കുറിച്ച് യേശു സംസാരിക്കുകയാണ്. യഹൂദന്മാരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഫാസ്റ്റിംഗ്. ക്രൈസ്തവ സഭയുടെ ഒരു ഭാഗമായിരുന്നു ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ആധ്യാത്മിക ജീവിതത്തെ വളർത്തുന്ന, ഉത്തേജിപ്പിക്കുന്ന, ആരോഗ്യപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. ആ സത്യം നാലാമതായിട്ട് യേശു ക്രിസ്തു വസ്തുവകകളുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് ഈ അധ്യായത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വസ്തുവകകളുള്ള മെറ്റീരിയൽസിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം.
ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും, മെച്ചമായി തീരും. ഉയർന്ന സ്റ്റാൻഡേർഡിൽ ദൈവരാജ്യത്തിന്റെ നിലവാരത്തിൽ നമുക്ക് ജീവിക്കാം. പലപ്പോഴും നമ്മൾ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല, അറിഞ്ഞാലും പ്രായോഗികമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്മുടെ പരാജയം. അല്ല, ഏറ്റവും ഒടുവിലായി യേശു കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആൻസൈറ്റി, വറി. വിചാരപ്പെടുക, ആകുലപ്പെടുക എന്നൊക്കെ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിചാരപ്പെടുന്നതിനുള്ളതായ മോചനം, ആകുല ചെയ്യുന്നതിനുള്ളതായ മോചനം. യേശു ആൻസൈറ്റിയെ ട്രീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് യേശു അറിയിക്കുകയാണ്. ആൻസൈറ്റിയെ എങ്ങനെ ചികിത്സിച്ച് സൗഖ്യമാക്കാനായിട്ട് കഴിയും. അതൊരു രോഗമാണ്. ശരീരത്തിന്റെ ഉള്ളത് മാത്രമേ ഉള്ളൂ, മനസ്സിന്റെ രോഗമാണ്. ശരീരത്തിലെ രോഗത്തെക്കാൾ നമ്മെ ശല്യപ്പെടുത്തുന്ന, നമ്മെ ക്ഷീണിപ്പിക്കുന്ന രോഗമാണ് ഈ വഴി, മനസ്സിന്റെ രോഗം. ഭാരപ്പെടേണ്ട, വിചാരപ്പെടേണ്ട, ചിന്തപ്പെടേണ്ട എന്നൊക്കെ ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാൻ പക്ഷേ അതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കാത്തതാണ്. യേശു തന്റെ ഉപദേശത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, എല്ലാവരും ഹാർട്ട് പേഷ്യന്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹാർട്ട് പേഷ്യന്റ്. ചിലർക്ക് ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കാൻസർ പേഷ്യന്റ് അല്ല. ആരും കാൻസർ പേഷ്യന്റ്. എന്നാൽ ആകുലചിന്ത അനുഭവിക്കുന്ന ആരും തന്നെ ഇവിടെ കടന്നു വന്നിട്ടില്ല. ആ രോഗമില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. എല്ലാവർക്കും പറ്റിയ ഒരു വിഷയമാണ് യേശു കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അന്വേഷിച്ചതിൽ യേശു മാത്രമാണ് വറി എന്നുള്ളതായ ആ പദത്തിന്റെ മൂല പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ സിനോണിംസ് ഒക്കെ പത്രോസും പൗലോസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 14 പ്രാവശ്യമെങ്കിലും യേശു വറി എന്നുള്ളതായ പദം ഉപയോഗിച്ചതായി ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ ചെയ്തു. അപ്പൊ വളരെ യേശു ടച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ടതായ ഒരു വിഷയമാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്നതായ മൂലപദത്തിന്റെ അർത്ഥം ഡിവൈഡഡ് മൈൻഡ് എന്നാണ്. വിഭജിക്കപ്പെട്ടതായ മനസ്സ് എന്നാണ്. നമുക്ക് ഒന്നിലൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയാതെ, ഒരു സമയത്ത് ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ നമ്മുടെ മൈൻഡ് ഡിവൈഡ് ആയി പോവുകയാണ്. നമുക്കറിയാം, മൈൻഡ് ഡിവൈഡ് ആയി കഴിയുമ്പോൾ അത് ശക്തിഹീനമായി തീരുകയാണ്. അതിന്റെ ശക്തി ചോർന്നു പോവുകയാണ്. മനസ്സിന്റെ യൂസ് നഷ്ടപ്പെടുകയാണ്. അത് ഡിവൈഡ് ആകാതെ ഒന്നായി ഇരിക്കേണ്ടത്. സോ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്. ആവർത്തിച്ച് ഈ ഭാഗത്തും നോക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളാണ്. എല്ലാം വായിപ്പിച്ചില്ലെന്നുള്ളൂ. 24 മുതൽ 34 വരെയുള്ളതായ 11 വാക്യങ്ങളിൽ യേശു വളരെ മനോഹരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാം. ഡിവൈഡഡ് മൈൻഡ്, വിഭജിക്കപ്പെട്ടതായ മനസ്സുമായി ആകുല ചിന്തയോടുകൂടെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാതെ, ആശങ്കയോട് ആശ നഷ്ടപ്പെട്ടവരായി ഇനിയും ജീവിക്കണ്ട എന്ന് തന്നെ തോന്നുന്ന സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലെ കാര്യം. പ്രവാചകനായ ഏലിയാവിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ചൂരച്ചെടിയുടെ തണലിൽ താൻ വന്ന് കിടന്നു. ഇനി വേണ്ട, മതി എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മരിക്കാൻ ആഗ്രഹിച്ച ഒരു നിമിഷം കർമ്മേലിന്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് വിജയത്തിന്റെ കൊടി അദ്ദേഹം ഉയർത്തത് തലേ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ
ഒരു സ്ത്രീയുടെ മുമ്പിൽ പതറിപ്പോയ പ്രവാചകൻ നിരാശപ്പെട്ട് ജീവിക്കണ്ട എന്ന് പോലും ആഗ്രഹിക്കുകയാണ്. നാം അതുപോലുള്ളതായ സാഹചര്യങ്ങളെ നേരിടും. ഞാൻ ഇതിനെക്കുറിച്ച് അല്പം ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ പ്രാചീന ഇംഗ്ലീഷിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രാചീന ഇംഗ്ലീഷിൽ വരിക്ക് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം, ശരി വരി എന്താണ് ചെയ്യുന്നത് എന്ന് അതിൽ മനസ്സിലാക്കാൻ കഴിയും. വന്യമൃഗങ്ങളെ നാം കണ്ടിട്ടുണ്ടോ? വന്യമൃഗങ്ങൾ ഇരകളെ തേടി പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നായ ഒരു ഇരയെ പിടിക്കുന്ന, ഒരു ജീവനുള്ള ഇരയെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് സാധാരണ വന്യമൃഗങ്ങളുടെ കഴുത്തിലാണ് കയറി പിടിക്കുന്നത്. കഴുത്തിൽ പിടിച്ചതിന് ശേഷം വിടാതെ അത് തിരിച്ചു മറിച്ചു വിട്ട് അടിക്കും. പല പ്രാവശ്യം അടിച്ച് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കാരണം അതിന് കത്തിയൊന്നുമില്ല. കൈകൊണ്ട് കത്തി ഉപയോഗിച്ച് അതിനെ കയറി മുറിക്കാൻ കഴിയാത്തത് കൊണ്ട് പല്ലുകൊണ്ട് അതിന്റെ കഴുത്തിൽ പിടിച്ച് ജീവനോടെ അതിനെ തിരിച്ചും മറിച്ചും ഇട്ടും അടിക്കുകയാണ്. ഇത് കാണിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് വരയുടെ പ്രാചീന ഇംഗ്ലീഷ് വേർഡ്. ഒരു മനുഷ്യന് അവന്റെ യാതൊരു ചിന്തയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയ ശത്രുവായിട്ട് നിൽക്കുകയാണ് അവൻ. വറി, ആൻസൈറ്റി, ഒരു ഭീകര രൂപമായി അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഗോലിയാത്തിനേക്കാൾ ഉയർന്ന പൊക്കമുള്ളതായ ഒരു രാക്ഷസനെ പോലെ അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആരും നോക്കിയിട്ടും വീഴ്ത്താൻ കഴിയാത്ത ഒരു വലിയ ശക്തിയായിട്ട് നമ്മുടെ മുമ്പിൽ അത് നിൽക്കുന്നുണ്ട്. എന്താണ് ഇന്ന് നിങ്ങളെ അലട്ടുന്ന വിഷയം എന്ന് കരുതുകൂടാ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് പോലും അതറിയത്തില്ലായിരിക്കും. അതൊക്കെ കൊണ്ടാണല്ലോ അൺസ്പോക്കൺ റിക്വസ്റ്റ് നമുക്കുണ്ടാകും. നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒത്തിരി അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഒരു രാക്ഷസനെ പോലെ നമ്മുടെ വറി, നമ്മുടെ ആൻസൈറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു വന്യമൃഗത്തെ പോലെ കടിച്ച് കൊടയുന്ന, ഒരു വന്യമൃഗത്തെ പോലെ കഴുത്തിന് പിടിച്ച് കടിച്ച് കൊടയുന്ന ഒരു വന്യമൃഗത്തെ പോലെ ഈ ആൻസൈറ്റി നമ്മുടെ മുമ്പിൽ ഒരു ഭീകര രൂപമായി നിൽക്കുകയാണ്. അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും, അതിനെ എങ്ങനെ ജയിക്കാൻ കഴിയും, അതിനെ എങ്ങനെ പരാജയപ്പെടുത്തുവാൻ കഴിയും, ആ ഗോലിയത്തിനെ എങ്ങനെ വീഴ്ത്തുവാൻ കഴിയും ആണ് യേശു പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ആൻസൈറ്റി എന്ന ആകുലി എന്ന ആ വന്യമൃഗത്തിന്റെ ആ കടിയിൽ പെട്ട് പ്രയാസത്തോടുകൂടെ ഭാരത്തോടുകൂടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരോടാണ് ദൈവം ഈ സന്ദേശമായിരിക്കുന്നത്. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ അടിമത്തത്തിൽ നിങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പാപത്തിനുള്ളതായ മോചനം മാത്രമല്ല, രോഗത്തിനുള്ളതായ മോചനം മാത്രമല്ല, നിങ്ങളുടെ ഭാരത്തിനുള്ളതായ മോചനവും നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ് വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ചില ഇംഗ്ലീഷ് വേർഡുകളുണ്ട്. മലയാളികൾക്ക് എല്ലാവർക്കും അക്ഷരാഭ്യാസം ഇല്ലാത്തതെന്ന് അറിയാം. ഫ്ലൈറ്റ് എന്നത് അറിയപ്പെടുന്ന വാക്കാണ്. ടെൻഷൻ അടിക്കുക എന്ന് പറയും എല്ലാ മലയാളികൾക്കും അറിയാം. ഈ വരയുടെ സിനോണിംസ് നമുക്കെല്ലാവർക്കും അറിയാം. വറി, സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ ഓരോ ലെവലുകളാണ്. അമേരിക്കയിൽ ഏറ്റവും ശക്തമായി വാഴുന്ന രോഗം ഡിപ്രഷനാണ്. മറ്റുള്ള എല്ലാ രോഗങ്ങളെയും കവച്ചു വെച്ചിരിക്കുകയാണ് വിഷാദ രോഗം. ചിരിക്കാൻ കഴിയുന്നില്ല. ചിരിക്കാൻ ആഗ്രഹമില്ലെന്നില്ല, ചിരിക്കാൻ കഴിയുന്നില്ല. ബില്ലിയനിയേഴ്സ് സെൽഡം ലാഫ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ലക്ഷപ്രഭുക്കൾ, കോടീശ്വരന്മാര് വളരെ കുറച്ച് മാത്രമേ ചിരിക്കാറുള്ളൂ. ആഗ്രഹമില്ലെങ്കിൽ സമയമില്ല. ചിരിക്കാൻ സമയമല്ലോ ഉണ്ടെങ്കിലും അവർക്ക് ചിരിക്കാൻ പറ്റത്തില്ല. അൻപത് വർഷത്തിന് മുമ്പ് നമ്മൾ ജീവിച്ചതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു പരിസ്ഥിതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഒരു 40 വർഷത്തിന് മുമ്പ് നമ്മളെല്ലാവരും ജീവിച്ചതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതായ ഒരു ചുറ്റുപാടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്.
ഒരു എയർ കണ്ടീഷൻ റൂമിൽ ജനിച്ചു വീണ എത്ര പേരുണ്ട്? ആരുമില്ല. ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ ഞാൻ ചോദിക്കാം. എന്ത് സുഖ സൗകര്യങ്ങളോടുകൂടി അമേരിക്കയിൽ ജീവിക്കുന്നു, എന്നിട്ടും ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ കഴിയാത്ത സാഹചര്യം. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കില്ല എന്നെങ്കിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞു പോകാവുന്ന ചുറ്റുപാടുകൾ നമുക്കുണ്ട്. അമേരിക്കൻ സ്വർഗമെന്നാണ് അമേരിക്കയിൽ വരാത്തവർ ചിന്താറ്. എന്നാൽ അമേരിക്ക സ്വർഗമല്ലെന്നും സ്വർഗസുഖമൊന്നും ഇവിടെ ഇല്ലെന്നും നമുക്ക് മനസ്സിലായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് ജീവിച്ചാലും ഇതിന്റെ ഭയം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. കേരളം എന്നില്ല, ഇന്ത്യ എന്നില്ല, ചൈന എന്നില്ല, അമേരിക്ക എന്നില്ല, ഏത് രാജ്യത്തും ഇതിങ്ങനെ പൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. വിഷാദ രോഗം, ടെൻഷൻ, വറി, ആൻസൈറ്റി. ഇന്ന് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുന്ന രോഗികളിൽ 75 മുതൽ 90% വരെ സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നവുമായിട്ടാണ് വരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 75% മുതൽ 90% വരെ. ഇന്ന് ജോലിക്ക് ആബ്സെന്റ് ആകുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നല്ലൊരു പങ്ക് സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നമുള്ളത് കൊണ്ടാണ് ജോലിക്ക് ഹാജരാകുന്നത്. സമയമില്ലാഞ്ഞിട്ടല്ല, പോകാൻ തോന്നുന്നില്ല, ജോലി ചെയ്യാൻ തോന്നുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, ഭാരപ്പെടുന്നു, ആകുലചിന്ത, പോകാൻ കഴിയുന്നില്ല. കാര്യമായി ഒരു സ്ട്രെസ്സുമില്ലെന്ന് അവകാശപ്പെടുന്ന ഒരു ചെറിയ പങ്ക് മാത്രം ജനങ്ങളെ ഇന്ന് ലോകത്തിലുള്ളൂ. 5% താഴെ. യേശുവിന്റെ കാലത്ത് അവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. എന്തൊടുക്കുമെന്നുള്ളതായിരുന്നു പ്രശ്നം. എന്തൊടുക്കുമെന്ന് വിചാരിച്ച് വിഷമിക്കുന്ന എത്ര പേര് തോന്നിയിട്ടുണ്ട്? എന്റെ ചെറുപ്പത്തിൽ എനിക്ക് 2 ജോഡി ഡ്രസ്സും കൂടുതൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏത് ധരിക്കണമെന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് 2 ജോഡിയേ ഉള്ളൂ. അതുമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ധരിക്കാൻ വലിയ പ്രശ്നം. പിന്നെ ഭക്ഷണം കഴിക്കെന്ന് പറഞ്ഞ എൻ്റെ അമ്മ എന്റെ പുറകെ നടന്നിട്ടില്ല. കാരണം കിട്ടുന്നത് കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കാനില്ല എന്നുള്ളതല്ല, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആദ്യമായി പോയി, അതാണ് നമ്മുടെ പ്രശ്നം. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ക്ലോസറ്റിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഏത് സാരി, ഏത് ഷർട്ട്, ഏത് പാന്റ്, അതാണ് നമ്മുടെ പ്രശ്നം. ഇല്ല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉള്ളത് കൊണ്ടാണ്. രോഗമുള്ളത് കൊണ്ടല്ല. നിങ്ങളെല്ലാം ഡോക്ടറുടെ അടുക്കെ കൊണ്ടുപോയി ഒന്ന് പരിശോധിപ്പിച്ച് നോക്ക്. ഡോക്ടർ നോക്കിയിട്ട് എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് പറയാം അവർക്ക് ഒരു രോഗമില്ല, പ്രശ്നമില്ല എന്ന് പറയും. ഭക്ഷിക്കാത്ത കുഞ്ഞിനെ വെക്കാത്ത വീട്ടിൽ ആക്കിയ മതി. എന്ത് ഉടുക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആണോ? അല്ല, നമുക്ക് ആവശ്യം പോലെ ഉടുക്കാനുണ്ട്. എന്തുടുക്കും അത് തിരഞ്ഞെടുക്കാനുള്ള പ്രശ്നമാണ് നമ്മൾ. എന്ത് ഭക്ഷിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആവശ്യം പോലെ നമുക്കുണ്ട്, അതിലേത് ഭക്ഷിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇന്നത്തെ പ്രശ്നം അന്നത്തിൽ നിന്നും ഭിന്നമാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ബേസിക്കലി നമ്മെ അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നാണ് യേശു പറയുന്നത്. പക്ഷെ ഇതൊന്നുമല്ലായിരിക്കും. ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങളെ കാറ്റഗറൈസ് ചെയ്താൽ പലതും നമ്മുടെ ജോലിയോട് ബന്ധപ്പെട്ടതാണ്. പലരും തൊഴിലിനോട് ബന്ധപ്പെട്ട് ടെൻഷൻ അടിച്ച് അവർ ചെയ്യുന്ന ജോലിയിൽ അവർ സാറ്റിസ്ഫൈഡ്. ഒരു പക്ഷേ മേലുദ്യോഗസ്ഥനായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടുപ്രവർത്തകനോ പ്രവർത്തകയായിരിക്കും. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ആയയെ കുറിച്ച് ഇന്ത്യയിൽ നടന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവര് ഫ്ലോർ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ തൂത്തോണ്ടിരുന്നപ്പോൾ ഒരു പൂച്ച അതിൽ ഓടി വന്നു. ദേഷ്യമെല്ലാം കൂടെ തീർക്കാൻ വേണ്ടി അതിനെ തോന്നുകയും പൂച്ചയ്ക്കൊന്നും മനസ്സിലായില്ല ഈ സ്ത്രീക്ക് എന്താ സംഭവിച്ചു. പാമ്പും പൂച്ച ദൂരെ പോയി ഒരു സ്ഥലത്ത് വീണു. തിരിഞ്ഞു നോക്കി. അപ്പോഴും ആ സ്ത്രീ ദേഷ്യപ്പെട്ട് ഫോൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ ആരുമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭർത്താവുമായി പ്രശ്നത്തിൽ വഴക്കുണ്ടാക്കിയതിനു ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് തീർത്തത് പൂച്ചയോടാണെന്ന് മനസ്സിലാക്കി. ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. ഒന്നുകിൽ വീട്ടിലെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നമായിരിക്കും. നമ്മെ അലട്ടുന്നതായ വിഷയങ്ങൾ ഇന്ന് ഇമ്മീഡിയറ്റ് മെമ്പേഴ്സിനോടതായ, നമ്മുടെ ഫാമിലിയിലെ ഇമ്മീഡിയറ്റ് മെമ്പേഴ്സിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളാണ്. ഒന്നുകിൽ ഭർത്താവിനോട് ബന്ധപ്പെട്ടതായ കാര്യം, അല്ലെങ്കിൽ ഭാര്യയോട് ബന്ധപ്പെട്ടതായിരിക്കും. ഭർത്താവിന്റെ ജോലി പോകാൻ സാധ്യതയുണ്ടായിരിക്കും. ഭാര്യ അല്ലെങ്കിൽ രോഗിയായിരിക്കാം. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനോട് ബന്ധപ്പെട്ടതായ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളെ ഇന്ന് വേദനിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ പ്രായത്തിലെത്തിയ ഏജ്ഡ് ആയിട്ടുള്ള വയോവൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ആയിരിക്കാം, അവരിൽ ചിലരായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, കുരുന്നു കുഞ്ഞുങ്ങൾ, വളർന്നുകൊണ്ടിരിക്കുന്ന കുരുന്നു കുഞ്ഞുങ്ങളായിരിക്കാം. അവരെ കുറിച്ചുള്ള ആദിയായിരിക്കാം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊഴിലിനോട് ബന്ധപ്പെട്ടതായ പ്രശ്നങ്ങൾ, നമ്മുടെ ഫാമിലിയോട് ബന്ധപ്പെട്ടതായ പ്രശ്നങ്ങൾ ഇന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യമാണ്. ആരോഗ്യത്തോട് ബന്ധപ്പെട്ടതായ പ്രശ്നങ്ങൾ. നമുക്കറിയാം, ലോകത്തിൽ രോഗമില്ലാത്ത ആരുമില്ല എന്ന്. എല്ലാവരും രോഗികളാണ്. ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധാരണ സെന്റൻസ് ഉണ്ട്: ഞാൻ ഇതുവരെയും ഡോക്ടറെ കാണാനും പോയിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. ശരിയാണ്, എല്ലാവർക്കും അങ്ങനെ പറയാനൊരു സമയം. ചിലപ്പോൾ 30 കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 40 കഴിയുമ്പോഴായിരിക്കും, വേറെ 50 കഴിയുമ്പോഴായിരിക്കും എന്നുള്ളത്. എല്ലാവരും രോഗികളാകുന്നു, ഡോക്ടറെ കാണാൻ പോകുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ളതായ സാഹചര്യം എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പണ്ടൊക്കെ 40 വരെയെങ്കിലും ഉയർന്നു പോകുമായിരുന്നു ആരോഗ്യത്തിന്റെ ഗ്രാഫ്. പിന്നെ അത് കീഴോട്ടും. ഇപ്പൊ അത് 40 വരെ പോകുന്നില്ല, 30 ആകുമ്പോഴത്തേക്ക് അസ്വസ്ഥത ആരംഭിക്കുകയാണ്. രോഗത്തോട് ബന്ധപ്പെട്ടതായ, ശരീരത്തോട് ബന്ധപ്പെട്ടതായ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. വേറെ ചിലർ അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്താണ് സംസാരപ്പെടുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആരില്ല, എല്ലാവർക്കും പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയാം. ഈ വരിയെ എങ്ങനെയാണ് യേശു കണ്ടത് എന്ന് നാം മനസ്സിലാക്കും. വരിയെ എങ്ങനെയാണ് നാം കാണേണ്ടുന്നത്? നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ കൊണ്ടു നടക്കുകയാണ്. യേശു അതിനെ ആദ്യമായി കൈകാര്യം ചെയ്യുമ്പോൾ യേശു പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കി നിങ്ങൾ പഠിപ്പീൻ, താഴ്വരയിലെ താമരയെ നിങ്ങൾ നോക്കി പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ യേശു ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ അവഗണിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിടെ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് 2 കുരികള് അവിടെ പാറി പറന്ന് നടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിനെ കുറിച്ച് വല്ലതും ചിന്തിക്കുക. പക്ഷെ യേശു ചിന്തിച്ചു. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല ആകർഷകമായ ഒരു പുഷ്പം എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ, എന്നാൽ അതിന്റെ അരികിൽ ചെന്ന് എന്നെ മനോഹരികളൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നത് വരും. യേശു അത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ അനുദിന ജീവിതത്തിൽ ആകുലതയെ നേരിടുന്നതിന് മുമ്പ് ദൈവം പ്രകൃതിയിൽ വച്ചിരിക്കുന്നതായ സൃഷ്ടികളിൽ നിന്ന്, കൊച്ചു കൊച്ചു സൃഷ്ടികളിൽ നിന്ന് വലിയ വലിയ സത്യങ്ങൾ നാം പഠിക്കണം എന്ന് യേശു പറയുന്നു. കാരണം ഇഗ്നോറൻസ് ആണ് ഈ വരിയുടെ അതിന്റെ സ്വഭാവത്തിൽ ഈ വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ, ആ വലിയ എന്തുപെടുക എന്ന് പറഞ്ഞാൽ അതൊരു അജ്ഞതയാണ്, ഒരു അറിവുകേടാണ്. അതുകൊണ്ട് അറിവുള്ളവരായി തീരുവാൻ പറയുന്നു. ദൈവം ചില ലെസൺസ് ഇവിടെ ലോകത്തിൽ വെച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കുവാനായി ഗുരുക്കന്മാരുണ്ട്. എന്നാൽ ഗുരുക്കന്മാരില്ലാതെ തന്നെ സ്വയം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്.
ഒരിക്കലും ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് വരികിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് സ്വന്തമായ ഭൂമിയും സ്വന്തമായ വീടുമില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ ഒരു കടൽ തീരത്തിലേക്ക് പോകാം. കണ്ണെത്താത്ത ദൂരത്തിൽ കിടക്കുന്ന ആ കടലിലേക്ക് നിങ്ങൾ നോക്കുക. മനോഹരമായ ആകാശത്തേക്ക് നിങ്ങൾ കണ്ണുയർത്തുക. ആ കടൽ തീരത്ത് നിന്നുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് ഇതെല്ലാം എന്റേതാണെന്ന് പറയുക. ആരും നിങ്ങളെ ഒന്നും ചെയ്തില്ല. ദൈവത്തിന്റെ സൃഷ്ടി നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുകയാണ് കടൽ തീരത്ത് എന്ന് ഒരുപടി മണ്ണ് മാറിയിട്ട് ആ മണ്ണിന്റെ മനോഹാരിത, അതിന്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി ദൈവത്തെ നിങ്ങൾ പുല്ല് പറിച്ച് കയ്യിൽ വെച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരില മറ്റിലയ്ക്ക് തുല്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഒരു പൂ നിങ്ങൾ പറിച്ചു നോക്ക്, അതിന് തുല്യമായി വേറെ പൂവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മനുഷ്യനെ നിങ്ങൾ നോക്ക്, നിങ്ങളെ പോലെ എല്ലാവർക്കും മുഖത്ത് കണ്ണും കാതും മൂക്കും വായും പല്ലും എല്ലാം ഉണ്ടെന്ന് വരികയും ആരും നിങ്ങളെ പോയി. എല്ലാവരും വ്യത്യസ്തരായിരിക്കാണ്. ഇത്ര മനോഹരമായി ഇതെല്ലാം സൃഷ്ടിച്ചു വരാറുണ്ട് എന്ന ബോധത്തിലേക്ക് അന്യതയിൽ കൂടെ അന്യത നിമിത്തമായി നമ്മൾ ഒത്തിരി പേറി നടക്കുകയാണ്. അതുകൊണ്ട് വറിയെ അതിന്റെ സ്വഭാവത്തിൽ ഇഗ്നോറൻസ് ആയി കാണുക എന്ന് യേശു ആദ്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് യേശു അതിനെ അൺപ്രൊഡക്റ്റീവ് ആണെന്ന് അവരെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് ഉത്പാദന ശേഷി അതിനില്ല. അത് ഒത്തിരി വറി ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തെന്ന് പറയുന്ന ആരെയും ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങനെ ആവൃത്തിയിൽ ഇരുന്നിരുന്ന് ഏതെങ്കിലും ഒരു മുട്ടസൂചിയെങ്കിലും ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് മുട്ടസൂചി ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റും. ആവൃത്തിപ്പെടുന്ന ഒരൊറ്റ മനുഷ്യനോ പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ആവൃത്തിയിൽ കൂടെ പ്രൊഡക്ഷൻ ഇല്ല, അൺപ്രൊഡക്റ്റീവാണ്. ഉത്പാദന ശേഷി അതിലില്ല. അതിന് ഉത്പാദന ശേഷിയിൽ നിന്ന് മാത്രമല്ല, അത് യൂസ്ലെസ് ആണ്, ഉപകാരപ്രദമായിട്ടുള്ളതായ ഒരു സംഗതിയല്ല. എന്നിട്ട് 24 മണിക്കൂറും ഇതിന്റെ ചുമന്നുകൊണ്ട് നമ്മൾ ഒരു ഉപകാരമില്ല. അത് ഇൻഷൂറിയസ് ആണ്, അൺപ്രൊഡക്റ്റീവ് ആണ്, യൂസ്ലെസ് ആണ്, ഇൻഷൂറിയസ് ആണ്. ഇതെല്ലാം നമുക്കറിയാമെങ്കിലും ആണെന്ന് ആരും സമ്മതിക്കില്ല. അല്ലെന്ന് ഇത് എല്ലാം ഇൻഷൂറിയസ് ആണെന്ന് അറിയാമെങ്കിലും നമ്മൾ പിന്നെ ഇതിനെ ചുമന്ന് നടക്കുന്നതിന്റെ അവിവേകം ആലോചിച്ച് നോക്കി. ഒരു മണ്ടത്തരമല്ലേ ഇത്? യേശു അതിനെക്കുറിച്ച് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, അത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അതൊരു നോൺ ക്രിസ്ത്യനാണ്. അതിന്റെ നേച്ചറിൽ ക്രിസ്ത്യേതരമായ ഒരു കാര്യമാണ്. ജാതികളാണ് അത് ചിന്തിക്കുന്നത്. ക്രിസ്ത്യേതരായിട്ടുള്ളവരുടെ ഒരു നേച്ചറാണ് അത്. നാം ആദരിക്കുന്ന ഇതിലേക്ക് വരുമ്പോൾ നാം ഒരു നോൺ ക്രിസ്ത്യനായി മാറും. അത്രയും സീരിയസ് ആയ ഒരു വിഷയമാണ്. ജാതികൾ ഇവയൊക്കെയും ആവശ്യമെന്ന് അവർ വിചാരപ്പെടുന്നു, അവർ അതിനെ അന്വേഷിക്കുന്നു എന്ന് യേശു പറയുകയാണ്. ആകുലി ചെന്നുപെടുമ്പോൾ നമ്മളെ തന്നെ സ്വയം ഒരു നോൺ ക്രിസ്ത്യൻ ആക്കുന്നു. ഇഗ്നോറൻസ് ആണ്, അൺപ്രൊഡക്റ്റീവ് ആണ്, അത് നോൺ ക്രിസ്ത്യൻ നേച്ചർ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ നേരിടുവാനായിട്ട് കഴിയും? ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷനായിട്ട് ആ ഗ്രാമത്തലവനോട് പറഞ്ഞു. ഗ്രാമത്തലവനെ എടുത്ത് ചെന്നു. ഗ്രാമത്തലവൻ മാലാഖയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് വന്നതിന്റെ ഉദ്ദേശം? മാലാഖ പറഞ്ഞു, ഒരു ചെറിയ ഉദ്ദേശമുണ്ട്. ഈ ഗ്രാമത്തിലെ 100 പേരെ ഇന്ന് സന്ധ്യയ്ക്ക് സംഹരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞെട്ടിപ്പോയി. ആ ഗ്രാമത്തിലെ 100 പേര് സംഹരിക്കാനായിട്ട് മാലാഖ വന്നിരിക്കുകയാണ്. രാവിലെ സന്ധ്യയ്ക്ക് 100 പേരുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും എന്ന് മാലാഖ പ്രത്യക്ഷ. അന്ന് സന്ധ്യയ്ക്ക് വീണ്ടും മാലാഖ പ്രത്യക്ഷനായി. ഈ ഗ്രാമത്തലവന്റെ ഇടക്കൽ ആ മാലാഖ ചെന്ന് വീഴുന്നു. അപ്പോൾ ഗ്രാമത്തലവൻ മാലാഖയോട് ചോദിച്ചു, 100 പേരെ എടുക്കാനല്ലേ നിങ്ങൾ വന്നത് രാവിലെ, പിന്നെ 1000 പേരെ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം
പറഞ്ഞു, ഞാൻ 100 പേരെ എടുത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരണഭയത്താൽ ആൻസൈറ്റിയാൽ മരിച്ചു പോയാണ്. ഞാനെന്ത് ചെയ്യാനായിട്ട് പറ്റും? 100 പേരെ കൊല്ലാൻ വേണ്ടി മാത്രം വന്നതായ മാലാഖ അവിടെ 100 പേരെ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ 900 പേരും മരിച്ചത് ആ മാലാഖ വന്നിട്ടല്ല, ആ ആൻസൈറ്റി. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, ഒരുപക്ഷെ തലവേദന, നിങ്ങളുടെ നടുവിലുണ്ടാകുന്ന വേദന, മുട്ടിലെ വേദന, ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം, അതൊരു പക്ഷെങ്കിൽ വെറും ആകുല ചിന്തയുടേതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുള്ള സാധ്യത. നൺ ഓഫ് ദിസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷാണ്. അത് ബൈബിളിലെ ഒരു കോട്ടാണ്. ഈ ബാധകളിൽ ഒന്നും ദൈവം പറഞ്ഞ വാക്ക്, ആ ഫ്രേസ് അത് കോട്ട് ചെയ്തിരിക്കുകയാണ്. നൺ ഓഫ് ദിസ് ഡിസീസ് ഒരു ഫിസിഷ്യൻ എഴുതിയിട്ടുള്ളതായ ഗ്രന്ഥമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, അതൊരു പ്രശ്നമാണ്. നിങ്ങളെ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നാം എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ പ്രശ്നമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നം നമ്മളെ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്, നിന്നുകൊണ്ടിരിക്കുന്നത് കാൻസറിനേക്കാൾ ശക്തിയായിട്ടുള്ള ആങ്സൈറ്റിയാണ്. അതിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യമാണ്. അതിനൊരു മോചനം ആവശ്യമാണ്. യേശു പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, മുമ്പേ ചെയ്യാനൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് ഞാൻ അടുത്ത ആഴ്ച വിശദീകരിക്കും. അത് കോട്ട് ചെയ്തിട്ട് എന്റെ വാക്കുകൾ ഞാൻ വിചാരപ്പെടുന്നതായ ഭാരപ്പെടുന്നതായ ജീവിതങ്ങളോട് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുകയാണ്. യേശു ഒരു ഒറ്റമൂലി ഇവിടെ ചികിത്സയ്ക്ക്, ആൻസൈറ്റിക്കെതിരെ ഉപയോഗിക്കാനായിട്ട് നൽകിയിരിക്കുകയാണ്. 33-ാം വാക്യത്തിൽ മുമ്പേ ആദ്യം seek ye first, മുമ്പേ ഒരു രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും സർവ്വതും എന്ന് പറഞ്ഞിട്ടില്ല, ഇതൊക്കെയും നിങ്ങൾക്ക് all these things shall be added unto you. അത് അതുപോലെ സ്വീകരിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ പലതായ ഗാനം നിങ്ങൾ ഓർക്കുമായിരിക്കും, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ആ ഗാനം വീണ്ടും നാം ഒരിക്കൽ പറഞ്ഞു. ഇതുപോലൊരു സ്നേഹിതനാരുണ്ട്, യേശുവിനെ പോലെ ഒരു സ്നേഹിതനാരുണ്ട്. ആരും പ്രയാസമായി ആരെങ്കിലും വേദനപ്പെട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ let's go to him. അവന്റെ അടുക്കലേക്ക് പോകാം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. അവന്റെ രാജ്യം എന്താണ്? അവന്റെ റൂൾ. അവൻ നമ്മെ റൂൾ ചെയ്യട്ടെ. അവന്റെ നീതി എന്താണ്? പരീക്ഷന്മാരുടെയും ന്യായാധിപന്മാരുടെയും നീതിയെ കവിയുന്നൊരു നീതിയുണ്ട് ദൈവത്തിന്. ആ നീതിയും അന്വേഷിപ്പീൻ. ഓ, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൂടൽമഞ്ഞ് ഇല്ലതായി തരുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ മൂടൽമഞ്ഞ് എതിരെ പോകുന്നു. നമുക്കറിയുന്നില്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തിനുള്ള വിശ്വാസം സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ മുമ്പിൽ കുമ്മിന് കൂടി നിൽക്കുന്നതായ ആ ഒരു മൂടൽമഞ്ഞിനെ നീക്കുവാൻ ഇന്ന് യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ്. നിങ്ങളുടെ യാതൊരു വലിയവനാണ്. നിങ്ങളുടെ ഭാരത്തേക്കാൾ വലിയവനാണ്. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നതുകൊണ്ട് മകനെ നിന്റെ യാതൊരു എന്തായിരുന്നാലും, മകളെ നിന്റെ യാതൊരു എന്തായിരുന്നാലും ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. നീ എന്റെ വ്യവസ്ഥ, ഞാൻ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ അംഗീകരിക്കുവാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന് 2ാം സ്ഥാനം കൊടുക്കുന്നത് നിർത്തുക, 3ാം സ്ഥാനം കൊടുക്കുന്നത് നിർത്തുക, 4ാം സ്ഥാനം കൊടുക്കുന്നത് നിർത്തുക, ഏറ്റവും വലുത്ത സ്ഥാനം കൊടുക്കുന്നത് നിർത്തുക. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. അത് പോയി കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ ഭാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, അതിന്റെ നിങ്ങളുടെ തോളിൽ നിന്ന് മാറി നിങ്ങൾ സുഖം അനുഭവിക്കാൻ പോകുക. നിങ്ങൾ എത്ര പേരെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു? നിങ്ങൾ ഏൽക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് ഒരു മാതൃക നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ പണം വേണ്ടി വലിയ സിദ്ധികളുള്ളതായ ഒരു മനുഷ്യനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഇന്നൊരു ടച്ച്, യേശുവിന്റെ ഒരു സ്പർശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ഞാൻ പറയാം. നിങ്ങളെ ആരാണ്ടുന്ന പ്രശ്നം എന്തായിരുന്നാലും അതിനൊരു മോചനം ദൈവം നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കുമോ? എല്ലാവരും ദൈവത്തെ സ്തോത്രം ചെയ്യും. ഏൽപ്പിച്ചു കൊടുക്കാം.